ഇത് നമ്മൾ വന്നിട്ടുള്ളത് വൈരങ്കോട് അമ്പലത്തിലാട്ടോ. ഇവിടെ ഇന്ന് ചെറിയ തീയാട്ടുത്സവമാണ് നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വലിയ തീയാട്ട്, അതായത് വൈരങ്കോട് വേല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് അകത്ത് കയറി തൊഴുതതിനൊക്കെ ശേഷം നമ്മൾ പ്രസാദം മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. അങ്ങനെ നമുക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാനല്ലോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോകുന്ന വഴിയിൽ നമുക്ക് എല്ലാവരെയും കണ്ണിലൊടുക്കുന്ന സാധനം കമ്മലൊക്കെ കണ്ടപ്പോൾ ഞാനും ഒന്ന് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്, എന്നാൽ പഴയ മോഡലൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ചായ കുടിക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ ക്യൂ നിന്നിട്ടായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ധാരാവപ്പുമാവും ചായയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങാനിറങ്ങി. എന്താ ഒരുപാട് മാലയും കമ്മലും അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അമ്പാടിക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോരാന്നുള്ള പ്ലാനിൽ നമ്മളിങ്ങനെ നടന്നു. പിന്നെ എന്തായാലും വന്നതല്ല, എല്ലായിടും ഒന്ന് കറങ്ങാമെന്നൊക്കെ കരുതിയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറേ കൃഷ്ണൻ്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ ചെടികൾ വിൽക്കുന്നുണ്ട്, ചട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കടുക് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എറിയാൻ വേണ്ടിയിട്ട്. അതാണ് എറിയുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മളും നമ്മുടെ കയ്യിലുള്ള കടുകൊക്കെ ആയിട്ട് ഇതുപോലെ വലം വെച്ചിട്ട് അവിടെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അതിന് ശേഷം നമുക്കൊരു ഓട്ടോ കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ബസ് കയറുന്നിടത്തേക്ക് എത്തി. നമ്മളങ്ങനെ ബസ്സെല്ലാം കൂടെ കയറിയിട്ട് പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.